നികുതി കുടിശ്ശിക വീണ്ടെടുക്കുന്നത് തടയണമെന്ന് കാണിച്ച് ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരായി കോൺഗ്രസ് നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. 5 കൊല്ലം മുൻപ് ആദായ നികുതി റിട്ടേൺ അടയ്ക്കാൻ വൈകി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത്. സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ആർക്കെ ഇതിപ്പോൾ പാർട്ടിക്ക് തിരിച്ചടിയാകുന്ന രീതിയിൽ കോടതിയുടെ നടപടി എത്തിയിരിക്കുന്നു അല്ലെ? എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്? ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് ഒരു നികുതിദായകൻ എന്ന രീതിയിൽ ഏതെങ്കിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിഗണന നൽകാനായിട്ടുള്ള ഘടകമല്ല എന്ന നിരീക്ഷണമാണ് ഡൽഹി ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വീഴ്ച എന്നുള്ളത് നടന്നിട്ടുള്ള വസ്തുതയാണെന്ന് അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെ അതിന്മേലുള്ള പ്രതിവിധി ചെയ്യാനായി കോൺഗ്രസ് ബാധ്യസ്ഥമായിരുന്നു. അത് ചെയ്യാത്ത സാഹചര്യത്തിൽ സ്വീകരിച്ച നടപടികൾ അതിനെ ഏതെങ്കിലും വിധത്തിൽ അസ്ഥിരപ്പെടുത്താൻ തങ്ങൾക്ക് സാധിക്കില്ല എന്ന നിലപാടാണ് ഡൽഹി ഹൈക്കോടതി സ്വീകരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹി ഹൈക്കോടതി ആദായ നികുതി വകുപ്പിന്റെ നടപടികൾ അതിനെതിരെ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ തങ്ങളുടെ ഭാഗത്ത് നീതിയുണ്ട് എന്ന വാദമാണ് ഇപ്പോഴും കോൺഗ്രസ് ഉന്നയിക്കുന്നത്. കോൺഗ്രസ് ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയുടെ ഈ നിലപാടിന് എതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ഇതിനകം വ്യക്തമാക്കി. രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.